ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയം എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പാപത്തിന് മരിച്ച് ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി നമ്മെ നിത്യജീവന് അർഹരാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ആയി മാറുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവാലയങ്ങളാണ്. ദൈവാലയം പരിശുദ്ധമായി നാം കാത്തു സൂക്ഷിക്കണം. അത് മലിനമാക്കരുത് എന്ന് നമുക്ക് അറിവുള്ളതാണ്. ഏതാണ് ഈ ദൈവാലയം? അത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ അത് ക്രിസ്തുവിനുള്ളതാണ്. ആയതിനാൽ ക്രിസ്തുവിൻ്റെ സ്വന്തമായത് നമുക്ക് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരം നമുക്ക് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതാകയാൽ അത് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ശാരീരിക അവയവങ്ങൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അത് വിശുദ്ധിക്ക് കോട്ടം തട്ടാതെ അതിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നവർക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക്, ലോകത്തിൻ്റെ തിന്മയ്ക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് നമുക്ക് തേടാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അസ്വസ്ഥതകളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സംരക്ഷണത്തിനായി, കർത്താവിൻ്റെ കരുതലിനായി, കർത്താവിൻ്റെ പരിപാലനയ്ക്കായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരമപരിശുദ്ധനായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകാൻ തക്കവണ്ണം യോഗ്യത ഞങ്ങൾക്കില്ല എങ്കിലും യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് യേശുവിൻ്റെ പീഡാസഹനങ്ങളും മരണം, ഉത്ഥാനം ഇവയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകാൻ തക്കവണ്ണം കർത്താവേ, നീ ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഇന്നും എന്നും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന്, ലൗകികമായ തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന്, അശ്ലീലകരമായ പ്രലോഭനങ്ങളിൽ നിന്ന്, അശ്ലീലകരമായ എല്ലാ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന്, അശ്ലീലകരമായ വാക്കുകളിൽ നിന്ന്, അശ്ലീലകരമായ നോട്ടത്തിൽ നിന്ന്, അശ്ലീലകരമായ സമീപനങ്ങളിൽ നിന്ന് ഇന്ന് നിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നീ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ശരീരത്തിൻ്റെ എല്ലാ പാപമാലിന്യങ്ങളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
കർത്താവായ യേശുവേ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഈ പ്രഭാതത്തിൽ കഴുകി സംരക്ഷിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ശരീരം, അത് അശുദ്ധമാക്കുവാൻ, അത് തിന്മയ്ക്ക് അടിമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തി, തെറ്റായ വീക്ഷണങ്ങൾ, ഇവയെല്ലാം കാരണം ലോകത്തിൻ്റെ അശുദ്ധി ഞങ്ങളിലേക്ക് കടന്നു വന്നത്. കർത്താവേ, ഇന്ന് നിന്റെ തിരുരക്തം കൊണ്ട് അത് ഓരോന്നും കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശാരീരിക അവയവങ്ങളെ നീ ഇപ്പോൾ നിന്റെ തിരുരക്തം ഒഴുക്കി കഴുകി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ. തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വസിക്കുന്ന സ്ഥലം, ഞങ്ങൾ ഉപയോഗിക്കുന്ന മുറി, ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, വസ്തുവകകൾ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഞങ്ങൾ ഉപയോഗിക്കുന്ന സകലതും ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ഓഫീസ്, ഞങ്ങൾക്ക് സ്വന്തമായതെല്ലാം ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി തിന്മ തൊടാതെ വണ്ണം, അശ്ലീലം എത്താതെ വണ്ണം കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുകൊള്ളണമേ. ദൈവത്തിൻ്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അതിനെ മാനിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈ ലോകത്തിൽ ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമാണ്. സകല തിന്മകളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുകൊള്ളണമേ. എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുകൊള്ളണമേ. ശരീരത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, ശാരീരിക ദുഃഖങ്ങളിൽ നിന്നും, ശാരീരിക അഭിലാഷങ്ങളുടെ ആസക്തികളിൽ നിന്നും കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ശരീരത്തെ നീ അണിയിക്കണമേ. കർത്താവേ, നിന്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ആരും ഞങ്ങളുടെ ശരീരത്തെ ദുരുപയോഗം ചെയ്യാൻ കർത്താവേ നീ അനുവദിക്കരുതേ. തിന്മ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് പോലും വരാൻ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ ശരീരം ദൈവമേ അങ്ങയുടെ ആലയമാണ്. അത് ദൈവമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ അത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എത്രയോ പേർ ശാരീരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ശാരീരിക അവയവങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തവരുണ്ട്. കർത്താവേ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീ ശരീരത്തിന് യാതൊരു കുറവും വരുത്താതെ എല്ലാ അവയവങ്ങളും യഥാരീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ കർത്താവേ, അതിനെ ദുരുപയോഗം ചെയ്യാൻ ഞങ്ങളെ നീ അനുവദിക്കരുതേ. സകല ദുഷ്ടതയിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് നീ ഞങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളണമേ. മരണത്തെ കീഴടക്കാൻ തക്കവണ്ണം, പാപത്തെ കീഴടക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ശരീരത്തിലേക്ക് നീ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, യുവതലമുറയെ നീ രക്ഷിക്കണമേ. ദൈവമേ, ശരീരത്തിന് യാതൊരു വിലയും നൽകാതെ ശാരീരിക അഭിലാഷങ്ങൾക്ക് അനുസൃതമായ ജീവിതം നയിക്കാൻ ഇനി മുതൽ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ യുവതലമുറയെ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി നീ കാത്തു സൂക്ഷിക്കണമേ. കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ കടത്തിവിടണമേ. ഞങ്ങളുടെ ശരീരത്തിൽ ഇന്ന് നിന്റെ ശക്തി
ശക്തി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, ഞങ്ങളുടെ ശരീരത്തിന് ചുറ്റും ദൈവികമായ അഗ്നി മതിൽ കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി നീ വീണ്ടെടുക്കണമേ. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും ഓരോ അവയവങ്ങളെയും തിന്മ തൊടാതെ, രോഗം തൊടാതെ, കർത്താവേ, രോഗാണുക്കൾ വരാതെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന സകല രോഗങ്ങളെയും ഈശോയെ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരഭാഗത്തെ തല മുതൽ പാദം വരെയുള്ള ശാരീരിക അവയവങ്ങളെ ഈശോയെ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ ചേർത്തു വെക്കുന്നു. കാത്തുകൊള്ളണമേ, പരിശുദ്ധമായി കാത്തുകൊള്ളണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, നീ വസിക്കുന്ന ഞങ്ങളുടെ ആലയമായ ഈ ശരീരം ഒരിക്കലും നശിപ്പിക്കപ്പെടാതെ അതിൻ്റെ പരിശുദ്ധിയിൽ, നിഷ്കളങ്കതയിൽ നീ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. നിന്നിൽ വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഒരിക്കലും തിന്മയ്ക്ക് അടിമപ്പെടാൻ ഞങ്ങളെ നീ അനുവദിക്കരുതേ. പ്രകൃതി വിരുദ്ധമായ സകല തിന്മകളിൽ നിന്നും കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ശരീരത്തെ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എപ്പോഴും വിശുദ്ധമായി കാത്തുകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, ഞങ്ങളുടെ ഹൃദയത്തെ തിന്മയിൽ നിന്നും കാത്തുകൊള്ളണമേ. പരിശുദ്ധമായി കാത്തുകൊള്ളാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ കൂടുതലായി ഇന്ന് നിക്ഷേപിക്കണമേ. പരിശുദ്ധാത്മാവെ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളിലേക്ക് നീ അയക്കണമേ. അത്യുന്നതനായ ദൈവമേ, നിന്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്, നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ശരീരത്തെ മാനിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ശരീരത്തെ അപമാനിക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളുടെ ശരീരത്തെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളും മറ്റുള്ളവരും ഞങ്ങളുടെ ശരീരത്തെ മാനിക്കാൻ തക്കവണ്ണം നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ നിലകൊള്ളണമേ. ഞങ്ങളുടെ ശരീരത്തിൽ നീ വസിക്കണമേ എന്ന് കർത്താവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കാത്തു പരിപാലിക്കണമേ. ദൈവമേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങളുടെ ശരീരത്തിലൂടെ നീ സ്ഥാപിക്കണമേ. പരിശുദ്ധമായ നാമത്തിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകി പരിശുദ്ധിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധി ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, എൻ്റെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നരുളി ചെയ്ത ഈശോനാഥ, പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ രക്തത്തെയും അത് വിശുദ്ധീകരിക്കട്ടെ. കർത്താവേ, യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരവും സ്വീകരിച്ച് ഒരിക്കലും ഞങ്ങളുടെ ശരീരം പാപത്തിന് കാഴ്ചവെക്കാതെ ദൈവത്തിന് കാഴ്ചവെച്ച് പരിശുദ്ധിയാൽ ജീവിക്കാൻ ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ തിരുവചനത്തിൻ്റെ അഭിഷേകം നൽകി പരിശുദ്ധ കുർബാനയുടെ ശക്തി നൽകി ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കാത്തുകൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രലോഭനങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഈ ലോകത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ തക്കവണ്ണം ദൈവിക ശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ ആവരണം ചെയ്യണമേ. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ തന്നെ സകലതും സാധ്യമായ കർത്താവേ, നിന്റെ പരിശുദ്ധിയാൽ ഇന്ന് ഞങ്ങളെയും
ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ, ഞങ്ങളുടെ യുവതലമുറകളെ നീ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ സമൂഹത്തെ ഈശോയെ പരിശുദ്ധിയാൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും നിന്റെ പരിശുദ്ധി നിറയട്ടെ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഓരോ കോശങ്ങളെയും കർത്താവേ നീ കാത്തു സൂക്ഷിക്കണമേ, വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾ എങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിവില്ല. എന്നാൽ കർത്താവെ, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഞങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന വിശ്വാസം ഞങ്ങളിൽ വരുമ്പോൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ തിന്മയിൽ നിന്ന് കാത്തുകൊള്ളാൻ സാധിക്കും. അതിനാൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ പ്രാർത്ഥന ഈ ലോകമെങ്ങും എത്താൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ, നിന്റെ പരിശുദ്ധി ലോകം മുഴുവനും വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അത്യുന്നതനായ ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ഞങ്ങളുടെ ശരീരത്തെ ദൈവമേ നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പവിത്രീകരിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. കർത്താവേ, തിന്മ തൊടാതെ വണ്ണം, ഞങ്ങളുടെ പരിശുദ്ധി നഷ്ടപ്പെടാതെ വണ്ണം ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശക്തി നൽകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, അവിടുത്തെ പരിശുദ്ധിയാൽ ഇന്ന് നമ്മുടെ ശരീരത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യട്ടെ. ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും കർത്താവ് സൗഖ്യം നൽകട്ടെ. ലോകത്തിൻ്റെ എല്ലാ ആസക്തികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. സകല ബന്ധനങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ കർത്താവ് സൂക്ഷിക്കട്ടെ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിൽ
ഇന്നും എന്നും നിലകൊള്ളട്ടെ. കർത്താവ് ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോടും നിങ്ങളിത് അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന മറക്കാതെ സാധിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ.